ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ എ ഡി ഗെയിമിംഗ്. അപ്പോൾ എ ഡി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇൻട്രോ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇൻട്രോ പറഞ്ഞാൽ തന്നെ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് നേരെ ഇപ്പോൾ പ്ലേ അടിച്ചിട്ട് ഒരു വേൾഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. നേരെ പ്ലേ അടിക്കണം. ഓക്കെ, ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, സെറ്റ് സർവൈവൽ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം. ഡിഫിക്കൽട്ടി നോർമൽ. അത് ഞാൻ സെറ്റിങ്സും സംഭവങ്ങളൊക്കെ ഒന്ന് ആദ്യം സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വരാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ വേൾഡിൻ്റെ സെറ്റിങ്സും പരിപാടികളൊക്കെ ഒരുത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ക്രിയേറ്റും കൂടി കൊടുത്താൽ മതി. വേൾഡ് നെയിമും പരിപാടികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. വേൾഡ് നെയിം നമ്മളിപ്പോൾ സർവൈവൽ ഓഫ് പാർസിവൽ എന്നാണ് ഇട്ടേക്കുന്നത്. പാർസിവൽ എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയ ആണ്, മൈൻക്രാഫ്റ്റ് അക്കൗണ്ടിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ ഈ സീരീസിൻ്റെയും നെയിം ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ക്രിയേറ്റ് കൊടുത്ത് നേരെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ്. ഓക്കെ, ലോഡിംഗ് ആണ്, ഫുള്ള് ലോഡാവട്ടെ. ഓക്കെ ഗായ്സ്, നമ്മൾ വേൾഡ് ഇതാണ് നമ്മുടെ വേൾഡ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്പോണിങ് പോയിൻ്റാണിത്. നമുക്ക് നേരിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, സ്പോണിങ് പോയിൻ്റ്. ഇവിടെ എന്തെങ്കിലും ബിൽഡ് പരിപാടികളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം ഈ സ്പോണിങ് പോയിൻറ്റിൻ്റെ അവിടെ. ഓക്കെ, എന്തായാലും വില്ലേജിലാണ് നമ്മൾ ഇപ്പോൾ സ്പോൺ അയക്കണത്. ഓക്കെ, ആദ്യം ഇപ്പോൾ പരിപാടി ഇപ്പോൾ വില്ലേജ് ലൂട്ട. ഇവിടെ കാണുന്ന ചെസ്റ്റും പരിപാടികളൊക്കെ ലൂട്ടണം. അവിടെ ഒരു പോർട്ടൽ കാണാനുണ്ട്. ആദ്യം നമുക്ക് എന്തായാലും ഈ വീട്ടിലൊക്കെ ഒന്ന് കയറി എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് നോക്കാം. ഇത് ടവറല്ലേ, ഇത് അടിക്കട്ടെ. ടവറോടെ. ഓക്കെ, അത് നമുക്ക് ഈ വീട്ടിൽ കയറാം. ഓക്കെ, ചെസ്റ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമുക്ക് 3 ലെതറും 1 ലെതറിൻ്റെ ബൂട്ടും കിട്ടിയിട്ടുണ്ട്. സെറ്റ്. വേറെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ വേറെ ഒന്നുമില്ല. ബെഡ് പൊട്ടിച്ചിടുക പ്ലീസ്. നൈറ്റായി കിടന്നുറങ്ങാൻ നമുക്ക് വല്ല ബെഡൊന്നും നമുക്ക് ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ആയിട്ടില്ല. തൽക്കാലം ഒരു വില്ലേജറിൻ്റെ ബെഡ് നമുക്ക് അടിച്ചു വെച്ചാൽ അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഒന്നുമില്ല, ബെഡ് ഒത്തുള്ളൂ. എല്ലാ വീട്ടിലും ഒരു കാര്യം ചെയ്യട്ടെ. എല്ലാ വീട്ടിലും ഞാൻ കയറിയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ അത്യാവശ്യം എല്ലാ വീട്ടിലും തന്നെ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാ വീട്ടിലും നമ്മുടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടൊക്കെ ഉണ്ടായി വില്ലേജിൽ. അവിടെ നിന്നും ഒക്കെ കൂടി നമുക്കൊരു അത്യാവശ്യം ലൂട്ട്, ഇത്രയും ലൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സീഡിന് ഒരു 6 കിട്ടിയിട്ടുണ്ട്. ഒരു അയൺ സോഡ് കിട്ടിയിട്ടുണ്ട്. 9 ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 ചെസ്റ്റ് ഞാൻ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തായിരുന്നു ബ്ലാക്ക് സ്മിത്തിൻ്റെ കിട്ടിയിരുന്നു. പിന്നെ നമുക്കൊരു അയൺ ചെസ്റ്റ് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അയൺ ചെസ്റ്റ് പ്ലേറ്റ് 2 കിട്ടിയിട്ടുണ്ട്. ലെഗിൻസും 2 കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് പരിപാടികളാണ്, അത്യാവശ്യം ലൂട്ട് പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 10 ബ്രെഡാണുള്ളത്.
നമുക്കത് 10 ബ്രെഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഉണ്ട്. എങ്കിലും നമുക്ക് കുറച്ചും കൂടി ഫുഡ് ഈ വില്ലേജേഴ്സിൻ്റെ ഫാമിൽ നിന്ന് കുറച്ച് വീറ്റും പരിപാടികളും കൂടി നമുക്ക് കളക്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കിട്ടണ വീറ്റ് യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ ഇവിടെ നിന്ന് കിട്ടണ സീഡ്സ് സീഡ്സും കൂടി കിട്ടും നമുക്ക് അതിൻ്റെ കൂടെ. അപ്പം അത് യൂസ് ചെയ്ത് നമുക്ക് വേണ്ടി മാത്രം നമുക്കൊരു ഫാം ലാൻഡും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ബേസിൻ്റെ അടുത്തായിട്ട് തന്നെ. അപ്പോൾ ആദ്യം ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കളക്ട് ചെയ്യാം. ഞാൻ ഇത് കളക്ട് ചെയ്യണില്ല, ഇത് കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഫാം ചെയ്താലും നമുക്ക് കഴിക്കാൻ വലിയ കാര്യമില്ല. ഇത് കഴിച്ച് കഴിഞ്ഞാലും ഒരെണ്ണത്തിനൊക്കെ ഒരു ബീറ്റ്റൂട്ട് കഴിച്ച് കഴിഞ്ഞാലും ഹാഫ് പോർഷന് ഫില്ലാകത്തുള്ളൂ നമ്മുടെ ഹങ്കറിൻ്റെ ബാറിൻ്റെ. ഒന്നുകൂടി കാണിച്ചാൽ ഇതിപ്പോൾ മൂന്ന് ബാറാണ് നമ്മുടെ കയ്യിൽ ഫില്ല് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ ഈ ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ പകുതി ആയിട്ടുള്ളൂ. ഈ ഒരെണ്ണം കൂടി കഴിച്ചാൽ ആ പകുതി എന്ന് പറയുന്നത് ഫുള്ളാകത്തുള്ളൂ. കണ്ട ഇപ്പോഴാണ് അത് ഫുള്ളായിട്ടുള്ളൂ, ഒരെണ്ണം ഫുള്ളായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഫാം ചെയ്താലും വലിയ ലാഭമൊന്നുമില്ല, അത്യാവശ്യം നഷ്ടം തന്നെയാണ്. ആ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വീറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡും ഉണ്ടാക്കാം. ബ്രെഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹങ്കർ കയറുകയും ചെയ്യും. ഒരു ബ്രെഡ് കഴിച്ചാലും തന്നെ അത്യാവശ്യം കണ്ടില്ലേ അത്യാവശ്യം ഹങ്കർ കയറും. വീറ്റോ അല്ലെങ്കിൽ ക്യാരറ്റ് കിട്ടുവാണെങ്കിൽ അത് ചെയ്താലും സീനില്ല. ബീട്രൂട്ട് വലിയ കാര്യമില്ല കേസ്, നഷ്ടമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് വീറ്റും പരിപാടികളൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് എന്ന് പറയണത് വീറ്റിൻ്റെ ബ്ലോക്കാണ്. കണ്ടില്ലേ ഹോബെയിൽ എന്നാണ് ഇതിനെ പറയുക. നമുക്കിത് വീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നണം ഇതിന് വീട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ യൂസ് ചെയ്യണം തോന്നുന്നു. അല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? അല്ലാണ്ട് ചെയ്യാം കേട്ടോ, ശരിയാണ്. ഓക്കെ, അല്ലാണ്ട് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഈ ഒരു ബ്ലോക്കിന് 9 ഇതാണ് നമുക്ക് കിട്ടുക, 9 വീറ്റാണ് നമുക്ക് കിട്ടുക. നമ്മുടെ കയ്യിൽ 6 എണ്ണം ഉണ്ടായില്ലേ, 6 എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് 64 3 67 വീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ 67 വീറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം ബ്രെഡും സാധനങ്ങളൊക്കെ കിട്ടും. ആദ്യം ഇത് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിച്ചെടുത്ത് ഇനി വേറെ ഫാമിലാണ്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അവിടെ ഒരെണ്ണം കാണാനുണ്ട്. ഇതാണ് ക്യാരറ്റ്. നമുക്ക് ക്യാരറ്റ് പൊട്ടിച്ചെടുക്കാം. ക്യാരറ്റ് എടുത്ത് വെള്ളത്തിനുണ്ടല്ലേ, വെള്ളത്തിനൊക്കെ പോട്ടെ. ഓക്കെ, ബീറ്റ്റൂട്ട് തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇനി വല്ല അത്യാവശ്യം വല്ല വരുവാണ് അപ്പോൾ ഒന്ന് പൊട്ടിച്ചെടുക്കാം. വെറുതെ ഇൻവെൻട്രിയിലെ സ്ഥലം ഇപ്പോഴേ കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ല നൈറ്റ് ആവുന്നുണ്ട്. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ സോംബീസ് വരും. നമ്മളിപ്പോൾ തുടക്കമാണ് ഗെയിമിൻ്റെ. നമ്മുടെ കയ്യിൽ വലിയ ലൂട്ടും പരിപാടികളോ സംഭവങ്ങളൊന്നും ഇല്ല. ചിലപ്പം സോംബീസ് വന്നാൽ പിടിച്ച് നിൽക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നൈറ്റ് ആവുന്നുണ്ട്, ബെഡ് വെച്ചിട്ട് കിടക്കാം. നമ്മൾ നേരത്തെ വില്ലേജറിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ബെഡ് നേരെ ഇവിടെ വെച്ചിട്ട് കിടക്കാം. സോംബീസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കിടക്കാം, റിസ്ക് എടുക്കണ്ട. ഓക്കെ, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഡേ 1 എൻ്റർ ചെയ്തേക്കാണ്. നമുക്കിപ്പോൾ ഇവിടെ ഡേ പ്ലേഡ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ഡേ 1 നമ്മൾ എൻ്റർ ചെയ്തത് ഡേ 1 ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് അതാണ് സോംബീസ് കേസ് കത്തണുണ്ട്. ഇപ്പോൾ പകൽ സമയമായതുകൊണ്ട് അതോ സ്കെൽട്ടൻ പകൽ സമയമായതുകൊണ്ടാണ് ഇപ്പോൾ കത്തുന്നത്. സൂര്യൻ്റെ ഇതടിക്കുമ്പോൾ
രാത്രിയാണെങ്കിൽ ഇത് നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യും. നമുക്ക് റിസ്ക് ആണ്. കണ്ട ആ വെള്ളത്തിൽ നിൽക്കണതാണ് സ്കെൽട്ടൺ ഗൈസ്. സ്കെൽട്ടൺ നമ്മൾ ദൂരെ നമ്പ് ചെയ്തിടും. ഇതും സൂര്യൻ്റെ ഇത് കണ്ട സ്കെൽട്ടനും ചാവണ്ടേ ഗൈസ്. ഇതെന്താ ചാവാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനൊന്നും പറ്റാത്തത്. അതിനെ കൊന്നു കഴിഞ്ഞാൽ ബോണ് കിട്ടുമായിരുന്നു. കണ്ടാ വെള്ളത്തിൽ മാറുമ്പോൾ അത് ചത്തി. ഓക്കെ, ബോണ് കിട്ടി. ബോണും വെച്ച് നമുക്ക് സാധനമൊക്കെ വരയ്ക്കാൻ ചെയ്യാം. കണ്ട ബോൺ മീൽ എന്ന് പറയുന്നതിന് ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഫാമിങ് പരിപാടി കുറച്ചുകൂടി എളുപ്പമായിട്ട് നടക്കും, കുറച്ചുകൂടി സ്പീഡപ്പായിട്ട് നടക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമ്മൾ വില്ലേജ് അത്യാവശ്യം നമ്മൾ വില്ലേജ് ലൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു റൂയിൻഡ് പോർട്ടൽ കാണാനുണ്ട്. അത് പോയി അതിൻ്റെ അടുത്ത് ജസ്റ്റ് കാണണം. ആണെങ്കിൽ അതൊന്ന് പോയി ലൂട്ടാം. എവിടെ ജസ്റ്റ് കണ്ടില്ല, അവിടെയിരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഫ്ലിൻറ്റ്. ഓക്കെ, 2 ഒബ്സീഡിയൻ, 8 ഒബ്സീഡിയൻ ഉണ്ട്. ഫയർ ചാർജ്, ഗോൾഡ് പിക്കാക്സ് 4. ഓക്കെ, തൽക്കാലം ഗോൾഡ് പിക്കാക്സിന് വലിയ ലൈഫില്ല കേസ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. ചെസ്റ്റ് ഗോൾഡിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കട്ടെ കേസ്. നമുക്കിത് കൊണ്ട് നെതറിൽ പോകുമ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യാം. ഹെൽമെറ്റും ലെഗിൻസും നമുക്ക് നെതറിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം. അല്ലാണ്ട് ഈ ഗോൾഡിൻ്റെ ഹോഴ്സ് ആർമർ ഇരിപ്പുണ്ട്, അതെടുക്കാം. ഫ്ലിൻറ്റ്, അതൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഈ പോർട്ടലിന് സെറ്റ് ചെയ്താലോ. പോർട്ടൽ ഇപ്പം തന്നെ നമുക്ക് ലൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം എന്തായാലും നെതറിലോട്ട് പോകാൻ പറ്റില്ല, ബട്ട് പോർട്ടൽ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യം കുറച്ച് നമ്മളൊന്ന് ഓപ്പി ആയ ശേഷം നമുക്ക് നെതറിലോട്ട് പോവാം. ലൈറ്റ് ചെയ്ത് ഓക്കെ, ലൈറ്റ് ചെയ്ത് അടുത്ത് കണ്ടാവരുത്. നെതറിൽ പോയി ചാവണ്ട. വലിയ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതാണ് ജിങ്കിളല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ വില്ലേജിൻ്റെ അടുത്ത് തന്നെ ജംഗിൾ ബയോമുണ്ട്. ബയോം നമുക്കന്ന് പിന്നെ ജംഗിൾ ബയോമിൽ ബേസ് സെറ്റ് ചെയ്താല കുറച്ചും കൂടി നൈസായിരിക്കും ഇവിടെ സെറ്റ് ചെയ്താൽ. പെരറ്റ് തീം ചെയ്യാൻ പറ്റുമോ? തീം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനത്തിൻ്റെ സീഡ് വേണം. ഉണ്ടെങ്കിൽ സീഡ് ഉണ്ടല്ലോ, സീഡ് വെറുതെ കളയണോ? ആകെ 18 സീഡുള്ളു. തൽക്കാലത്തോടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എന്തായാലും ഇവിടെയുള്ള ബേസ് സെറ്റ് ചെയ്യുന്ന. അപ്പോൾ എപ്പോഴെങ്കിലും റെഡി പൊളിയല്ലേ അവിടെ. എന്തായാലും ബേസ് സെറ്റ് ചെയ്ത് ഒരുവിധം ഫാമൊക്കെ ചെയ്ത് ഒരുവിധം വീട്ടൊക്കെ കയ്യിലുള്ളപ്പോൾ നമുക്ക് പിന്നെ ആയാലും വന്ന് ചെയ്യാവുന്നുള്ളൂ. തൽക്കാലം വീട്ട് കയ്യിലുള്ള 18 വീട്ട് വെറുതെ കളയണ്ട. ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ തന്നെ സെറ്റ് ചെയ്താലോ ബേസ്. നമ്മളാ ഇവിടെ ഒന്ന് ഈ കുഴിയൊക്കെ ഒന്ന് അടച്ച് ക്ലീൻ ചെയ്താൽ ഇത്രേ ഏരിയ കിട്ടും. അവിടെ തന്നെ നമുക്ക് നമ്മുടെ ബേസ് വീട് പണിയാം. ഓക്കെ, അത് ഈ കുഴിയൊക്കെ ഒന്ന് അടയ്ക്കണം. കുറച്ച് മണ്ണ് ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കും. ഇവിടെ നിന്ന് എടുത്താലോ, കുറച്ച് മണ്ണെടുക്കട്ടെ. മണ്ണെടുത്ത് ആ കുഴിയൊക്കെ ഒന്ന് അടക്കണം, പ്ലെയിനാക്കി ഇടുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ആ ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന കുഴികളും സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ഗ്രാസും സംഭവങ്ങളൊക്കെ ഉണ്ടായി, അത് നമ്മൾ ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യുന്ന പ്ലെയിൻ ഏരിയ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മുടെ
ഹൗസ് പരിപാടികൾ വരിക. പിന്നെ ഇതിൻ്റെ ചുറ്റുപറ്റിയും മറ്റ് ഫാമുകളും ഏരിയാസും ഒക്കെ വരിക. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ ബെഡ് ഇട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ബെഡ് ഇട്ടിട്ട് സ്പോൺ ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മളിനി ചത്താലും നമ്മൾ ഇവിടെ ആയിരിക്കും സ്പോണായിട്ട് വരിക. ആ സ്പോൺ ഏരിയ നമ്മൾ ആദ്യം വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉള്ളതിലായിരിക്കില്ല വരിക, ഇവിടെ ആയിരിക്കും വരിക. പക്ഷെ ബെഡ് പൊട്ടിക്കാൻ പാടില്ല, ബെഡ് പൊട്ടിച്ചാൽ കഴിഞ്ഞ്. പിന്നെ നമ്മൾ അവിടെ ആദ്യം സ്പോണിൽ തന്നെ അവിടെ തന്നെ പോയി സ്പോണാവും. ബെഡിങ്ങനെ വെച്ചിട്ട് വേണ്ട സ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, സ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളിനൊക്കെ വുഡ് വേണം. 2 വുഡ് നമുക്ക് മറ്റേ മറ്റേ ഇതുണ്ടായി ഇവിടെ നമുക്ക് ബാക്ക് അടിച്ചാൽ അറിയാൻ പറ്റി, മരത്തിൻ്റെ തന്നെ ബ്ലോക്ക് ഗ്രാസ് ഇങ്ങനെ സെറ്റായിരിപ്പുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഗ്രൗണ്ടിൽ ഇതേപോലെ ഇരിപ്പുണ്ടായിരുന്നു. അത് പൊട്ടിക്കളഞ്ഞപ്പോൾ നമുക്ക് നടുഭാഗത്തുനിന്ന് ഉണ്ടായി ഇതേപോലെ ബ്ലോക്ക് കിട്ടി. അത് 2 ഇരിപ്പുണ്ടായിരുന്നു. അത് നമുക്ക് വേറെ പ്ലാങ്ക് ആക്കിയിട്ട് ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി സ്റ്റിക്ക് ഉണ്ടാക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. സ്റ്റിക്ക് ഉണ്ടാക്കി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഒരു മരത്തിൻ്റെ ഉണ്ടാകും എന്തായിരുന്നു ബെറ്റർ, കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് അയൺ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യം ചെയ്യാം, ഒരു അയൺ പിക്കാക്സിൻ്റെ ആദ്യം ഉണ്ടാക്കാം. ആദ്യം മരത്തിൻ്റെ ഉണ്ടാക്കണമായിരുന്നു നല്ലത്. അയൺ കളയേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. തൽക്കാലം മരത്തിൻ്റെ ഇരിക്കട്ടെ. മരത്തിൻ്റെ ഒരു ഇത് ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവില്ലല്ലേ. കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും. ഓക്കെ, സോറി കേസ്, എൻ്റെ ഇടയിൽ പുറത്താരാണ്ട് വന്നു. ഓക്കെ നമ്മളെന്താ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞു. ഓക്കെ, ഇത് മരം വെട്ടണം കേസല്ലേ. ഒപ്പേക്ക് നൈറ്റുമായി കാര്യം ചെയ്യ്, തൽക്കാലം ഇവിടെ തോർക്കും. ഓക്കെ, ഉറങ്ങി. നമുക്കാദ്യം കുറച്ച് വുഡ് കട്ട് ചെയ്യാം. വലിയ മരമുള്ള വുഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആക്സ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് സ്റ്റോണും കളക്ട് ചെയ്യണം. മേളിലോട്ട് പോയി കട്ട് ചെയ്യണമല്ലേ. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. മേളിലോട്ട് നമുക്ക് പിന്നെ പോയി കട്ട് ചെയ്യാം. മേളിലോട്ട് പോയി കുറച്ച് മരം കട്ട് ചെയ്തു. നമുക്ക് നേരെ പ്ലാങ്ക് ആക്കണം. അത് പ്ലാങ്ക് എല്ലാം കൂട്ടെ എത്ര പ്ലാങ്ക്? ഓക്കെ, 24 പ്ലാങ്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ആക്സും ഒരു ഹോയും ഉണ്ടാക്കാം. ഓക്കെ, ആക്സായി, ഹോയായി. ഇനി ഈ ആക്സ് യൂസ് ചെയ്തിട്ട് ഫാം ലാൻഡ് സെറ്റ് ചെയ്യണം. അങ്ങനെ ആദ്യം വെള്ളത്തിൻ്റെ അടുത്ത് കൂട്ടുക. ഓക്കെ, ആ ഭാഗത്തായിട്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു ഫാം ലാൻഡ് സെറ്റ് ചെയ്യാം. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എങ്ങോട്ടും മാറ്റി കുറച്ചുകൂടി വലിയ സെറ്റ് ചെയ്യാം. തൽക്കാലം ഇതുകൊണ്ട് സെറ്റ് ആക്കാവുന്നതാണ്. ഇത്ര മതിയാവും അല്ലേ. ഓക്കെ, നേരെ ഈ സീഡ്സ് നട്ടു വെക്കാം. ഓക്കെ, നമ്മൾ സീഡ്സ് നമ്മുടെ ഉണ്ടായിരുന്നൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, പുല്ലൊരെണ്ണം വെട്ടിയപ്പോൾ സീഡ് കിട്ടിയതാണ്.
കിട്ടുമോ ഇല്ല. കുടിവെള്ളം ഓക്കെ. ഇത്ര ഏരിയയിൽ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അത് വളർന്നോളും. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ തൽക്കാലം ഇത് വിട്ടിട്ട് ഈ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിലിങ്ങനെ ഒന്ന് ചെസ്റ്റിലോട്ട് മാറ്റാം. കൈ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി ചത്തട്ടി സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. ചെസ്റ്റ് ഇതിലേക്ക് നിന്ന് പൊട്ടിച്ചെടുത്ത് ചെസ്റ്റ് കൊടുക്കാം. ലെതർ പോകുകയാണെങ്കിൽ ചെസ്റ്റ് പ്ലേറ്റ് സംഭവങ്ങൾ ഒക്കെ അതിലോട്ട് മാറ്റാം. ടാപ്പൊളി ചെയ്യട്ടെ. ഇതും പോട്ടെ. ഫുഡ് വേണം. ഇതെന്തിൻ്റെ ബീറ്റ്റൂട്ട് സീഡിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇരിക്കട്ടെ തൽക്കാലം. ആ പാരറ്റിനുള്ള പലതും ടേം ചെയ്യാൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് രണ്ട് നമുക്ക് സ്കെൽട്ടനൊക്കെ വന്നപ്പോൾ കിട്ടിയതാണ്. ബോയും ആരോയും അതൊക്കെ കിട്ടി. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതുമ്പോട്ട് ഫോംബിനെ കൊന്നും വീട്ടിയത് റോട്ടൺ ഫ്ലഷ് അതും പോട്ട്. ഇത്തരം സാധനങ്ങൾ ഇതിലിരിക്കട്ടെ. തൽക്കാലം നമ്മൾ വീഡിയോ ഗൈസ് ഇതാണ്. ഇവൻ ഡേഞ്ചറാണ് ഗൈസ്. ഇവൻ അറ്റാക്ക് ചെയ്യും. പറഞ്ഞു നിർത്തിയില്ലപ്പോഴേക്കും ഇവൻ്റെ കണ്ണിലോട്ട് നോക്കി ഇവൻ നമ്മളെ അറ്റാക്ക് ചെയ്യും ഗൈസ്. ഞാൻ നോക്കിയത് ഇവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് ഗൈസ്. കൊല്ലരുത് കൊല്ലരുത് കൊല്ലരുത്. ചാവ് കേട്ടോ കാല. ഇങ്ങനെ 4 പാടുന്ന വരും. കൊന്നു ഗൈസ്. ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.